Hello students, നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 1 കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. ഈ ചാപ്റ്ററിൽ നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഫ്രം ക്വസ്റ്റ്യൻ 11 to 20. ഓക്കെ, ഫസ്റ്റ് 10 ചെയ്തിരുന്നല്ലോ. ഓക്കെ, 11th ക്വസ്റ്റ്യൻ എന്താണ്? വൈ ആർ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് കോൾഡ് ദ ഓപ്പോസിറ്റ് ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻസ്? റൈറ്റ് ഇക്വേഷൻസ് ഫോർ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഓക്കെ, ഡീകമ്പോസിഷൻ റിയാക്ഷന് എന്തുകൊണ്ടാണ് കോമ്പിനേഷൻ റിയാക്ഷൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്? ഓക്കെ, രണ്ട് ഡെഫിനേഷൻ അറിയുന്ന നോക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ ഈസ് സെഡ് ടു ബി ദ റിയാക്ഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ സബ്സ്റ്റൻസസ് ടു ഫോം എ സിംഗിൾ സബ്സ്റ്റൻസ്. ഓക്കെ, കോമ്പിനേഷൻ റിയാക്ഷനിൽ എന്താണ്? കമ്പൈൻ ആവാണ് അല്ലേ? എന്ത്? ഇറ്റ്സ് എ റിയാക്ഷൻ ബിറ്റ്വീൻ ടു. ഈ റിയാക്ഷനിൽ എന്താണ്? ടു ഓർ മോർ സബ്സ്റ്റൻസ്, രണ്ടോ അതിൽ കൂടുതൽ സബ്സ്റ്റൻസ് എന്താവും റിയാക്ഷന് ശേഷം ഒരു സിംഗിൾ സബ്സ്റ്റൻസ് ആവും. ഓക്കെ, വെയറാസ് ദ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് സിംഗിൾ സബ്സ്റ്റൻസ് ഇൻ ടു ഓർ മോർ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ്. ഡീകമ്പോസിഷനിൽ എന്താണ് സംഭവിക്കുക? ഒരു സിംഗിൾ സബ്സ്റ്റൻസ് സ്പ്ലിറ്റായിട്ട് ടു ഓർ മോർ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഫോം ചെയ്യും. ഓക്കെ, കോമ്പിനേഷനിൽ എന്താണ്? രണ്ടോ അതിൽ കൂടുതൽ സബ്സ്റ്റൻസ് കമ്പൈൻ ആയിട്ട് സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. ബട്ട് ഇവിടെ ഡീകമ്പോസിഷനിൽ ഒരു സിംഗിൾ റിയാക്റ്റൻ്റ് ആണുള്ളൂ. ഓക്കെ, അത് ഡീകമ്പോസ് ആയിട്ട് അത് ബ്രേക്ക് ഡൗൺ ആവാണ് ചെയ്യുന്നത്. എന്നിട്ട് രണ്ട് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റിൽ കമ്പൈൻ ആണ് മോളിക്യൂൾസ്, സെക്കൻഡിൽ ഒരു മോളിക്യൂൾ ബ്രേക്ക് ആവാണ്. ഓക്കെ, സോ എന്തായി? ദിസ് എസെൻഷ്യലി എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ കോമ്പിനേഷൻ റിയാക്ഷൻ. സോ എന്താണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ഓഫ് ദ കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലേ? Then in most of the cases the decomposition reaction is endothermic, since heat from the surrounding or induced heat is used to break the bonds of the larger molecule. Okay, most decomposition reactions എന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. കാരണം എന്താണ്? നമുക്ക് ഹീറ്റ് വേണ്ടി വരും, അല്ലെങ്കിൽ സറൗണ്ടിൽ നിന്ന് ഹീറ്റ് വേണ്ടി വരും, അല്ലെങ്കിൽ നമുക്കൊരു ഹീറ്റ് കൊടുക്കേണ്ടി വരും. എന്തിന്? ടു ബ്രേക്ക്. ഇവിടെ എന്താ നമുക്ക് ബ്രേക്ക് ആവുകയാണ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് കുറച്ച് എനർജി അങ്ങോട്ട് കൊടുക്കണമല്ലോ. ഇവിടെ ബ്രേക്ക് ദ ബോൺസ്, അതായത് ആ മോളിക്യൂൾസിൻ്റെ ബോൺസ് ഉണ്ടാവില്ല, അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എനർജി കൊടുക്കേണ്ടി വരും. സോ അത് നമ്മൾ എൻഡോതെർമിക് ആണല്ലോ പറയുക. നമ്മൾ പഠിച്ചിരുന്നല്ലോ എക്സോതെർമിക്കും എൻഡോതെർമിക്കും. ഓക്കെ, എൻഡോതെർമിക്കിൽ നമുക്ക് എനർജി കൊടുക്കേണ്ടി വരും, റിക്വയർഡ് ആണ്. ഓക്കെ, ഒരു അബ്സോർബ്ഡ്. ഓക്കെ, നമ്മൾക്ക് അവിടെ എനർജി കൊടുക്കേണ്ടി വരും. പക്ഷേ കോമ്പിനേഷനിൽ എന്തായിരുന്നു? നമ്മൾ ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എനർജി റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതും ഒരു ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആവാൻ ഇതൊരു റീസൺ ആണ്. നെക്സ്റ്റ് ഫ്യൂ എക്സാമ്പിൾസ്. ഇവിടെ നമുക്ക് കുറച്ച് റൈറ്റ് ഇക്വേഷൻസ് ഫോർ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, അതിന് കുറച്ച് ഇക്വേഷൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ സിങ്ക് കാർബണേറ്റ്. ഓക്കെ, സിങ്ക് കാർബണേറ്റ് ഡീകമ്പോസ് ആയിട്ട് സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, അതേപോലെ കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ടു ഫോം കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അതേപോലെ Hg എന്താണ്? മെർക്കുറി. ഓക്കെ, മെർക്കുറിക് ഓക്സൈഡ് ഗീവ്സ് മെർക്കുറി പ്ലസ് O2 ഓക്സിജൻ. ഓക്കെ, ഇത് കുറച്ച് ഇക്വേഷൻസ് ആണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് വൺ ഇക്വേഷൻ ഈച്ച് ഫോർ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ഇൻ വിച്ച് എനർജി ഈസ് സപ്ലൈഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, ലൈറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ എന്താണ്? നമുക്ക് എനർജി സപ്ലൈ ചെയ്യണം. റൈറ്റ്, എനർജി നമ്മൾ പറഞ്ഞിരുന്നു ഏതൊക്കെ ഫോമിലാവാം, ഏത് ഫോമിലായാലും മതി. ഓക്കെ, ഇവിടെ നമ്മൾ ചോദിച്ചിരുന്ന എക്സാമ്പിൾ വേണം. ഏത് റിയാക്ഷനിലാണ് ഹീറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ലൈറ്റ് കൊടുത്ത് നടക്കുന്ന ഡീകമ്പോസിഷൻ റിയാക്ഷൻ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് നടക്കുന്ന ഡീകമ്പോസിഷൻ റിയാക്ഷന് എക്സാമ്പിൾ നമുക്ക് ആദ്യം നോക്കാം. ഹീറ്റ് കൊടുത്ത് നടക്കുന്ന റിയാക്ഷന് എന്താ നമ്മൾ പറയുക? തെർമോളിസിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹീറ്റ് കൊടുത്തിട്ട് ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു എക്സാമ്പിൾ, ഒരു ഇക്വേഷനാണ് കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, കാൽഷ്യം കാർബണേറ്റിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോം ഓഫ് എനർജി ഹീറ്റാണ്. ഓക്കെ, ഇവിടെ ഒരു ഡെൽറ്റ എഴുതുന്നത് നമ്മൾ ആ ഫസ്റ്റ് പഠിച്ച ടൈമിൽ ഫസ്റ്റ് വീഡിയോയിലുണ്ടല്ലോ. ഒരു ഡെൽറ്റ ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ഹീറ്റിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടന്നത്. ഓക്കെ, ഇത് ഹീറ്റിൻ്റെ പ്രസൻസിൽ നടന്നതാണ്. ഇവിടെ എന്താണ്? ഇതിനെ നമ്മൾ തെർമോളിസിസ് എന്ന് പറയുന്നു. ഓക്കെ, ടെമ്പറേച്ചർ ഒക്കെ അതായിട്ട് റിലേറ്റ് ചെയ്താണല്ലോ. അതുപോലെ ലിസിസ് എന്നാൽ ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഓക്കെ, ദെൻ ഇത് നമ്മൾ ഹീറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഇക്വേഷൻ എക്സാമ്പിളാണ്.
നെക്സ്റ്റ് ആണ് ലൈറ്റ് എനർജി കൊടുത്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, ലൈറ്റ് എനർജി കൊടുക്കും. ലൈറ്റ് പറഞ്ഞാൽ ഫോട്ടോ ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ് ഫോട്ടോ. ഓക്കെ, ഫോട്ടോളിസിസ് മത്ലബ് മീൻസ് ലൈറ്റ് കൊടുത്തിട്ട് ബ്രേക്ക് ഡൗൺ ആവുക. ഓക്കെ, ഇവിടെ എന്താണ് AgCl സിൽവർ ക്ലോറൈഡിലേക്ക് നമ്മൾ ലൈറ്റ് സൺലൈറ്റ് കൊടുക്കുമ്പോൾ അതെന്തൊക്കെയായിട്ട് ഡീകമ്പോസ് ആവുന്നു? സിൽവർ പ്ലസ് ക്ലോറൈഡ്. ഓക്കെ, അതുകൊണ്ട് നമ്മളതിനെ ഫോട്ടോളിസിസ് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഇലക്ട്രോളിസിസ്, അതായത് ഇലക്ട്രിക് എനർജി കൊടുത്തിട്ട് ബ്രേക്ക് ഡൗൺ ആവുന്നതിന്. ഓക്കെ, നമ്മൾ ഇലക്ട്രോ പറഞ്ഞാൽ ആണല്ലോ ഇലക്ട്രിക് ചാർജസിനെ റിലേറ്റ് ചെയ്ത ടേമാണ്. ഓക്കെ, അല്ലെങ്കിൽ കറണ്ട്. ഓക്കെ, ഇലക്ട്രോളിസിസ് കറണ്ട് കൊടുത്തിട്ട് ബ്രേക്ക് ആവുന്നത്. ഓക്കെ, H2O ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ നമ്മൾ ചെയ്താണല്ലോ. H2O ഗീവ്സ് 2H2 + O2. ഓക്കെ, ഈ 3 ഫോം ഓഫ് എനർജി കൊടുത്തിട്ടുള്ള 3 ഡിഫറെൻറ്റ് റിയാക്ഷൻസ് ആണ് ഇത് 3. ഓക്കെ, ഇത് 3ൽ ഡീകമ്പോസിഷൻ ആണല്ലോ നടന്നത്. ഓക്കെ, ഇത് ഓരോന്നിനെക്കുറിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷനിൽ. ദെൻ 13 ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ്? റൈറ്റ് റിലവൻറ്റ് ഇക്വേഷൻസ് ഫോർ ദ എബോവ്. ഓക്കെ, രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെയും ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെയും ഡിഫറൻസ് എന്താണ്? ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസും കൊടുക്കണം. ഫസ്റ്റ് നമുക്ക് നോക്കാം. എ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഈസ് 1 വെൻ എ മോർ റിയാക്റ്റീവ് സബ്സ്റ്റൻസ് ഡിസ്പ്ലേസസ് എ ലെസ് റിയാക്റ്റീവ് 1 ഫ്രം ഇറ്റ്സ് സോൾട്ട് സൊല്യൂഷൻ. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ എന്തായിരുന്നു? ഒരു മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്താവും? ലെസ് റിയാക്റ്റീവിനെ അതിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഓർമ്മ ഉണ്ടായിരുന്നോ അയൺ കോപ്പർ സൾഫേറ്റും തമ്മിലുള്ള റിയാക്ഷന്? ഓക്കെ, അതും നമ്മൾ ചെയ്തിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസിൽ. ഓക്കെ, അയണും കോപ്പർ സൾഫേറ്റും കൂടി റിയാക്ട് ചെയ്തിട്ട് എന്തായിരുന്നു? അയൺ സൾഫേറ്റും കോപ്പറും ഫോം ചെയ്യുന്നത്. ഓക്കെ, അവിടെ അയൺ എന്ത് ചെയ്യും? കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പർ ലെസ് റിയാക്റ്റീവ് ആയതുകൊണ്ട് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. വേറാസ് ഇനി ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്ന് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഈസ് the one where a mutual exchange of ions happens between two compounds. Double displacement എന്താണ് സംഭവിക്കുന്നത്? മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് അയൺസ് മ്യൂച്വലി എക്സ്ചേഞ്ച് ആവുന്നു. ഓക്കെ, ബിറ്റ്വീൻ ടു കോമ്പൗണ്ട്സ്. ഓക്കെ, രണ്ടിലും അയൺസ് മ്യൂച്വലി എക്സ്ചേഞ്ച് ആവുന്നു. ഓക്കെ, നമ്മൾ പഠിച്ച എക്സാമ്പിൾ ഇതാണ് സോഡിയം സൾഫേറ്റ് പ്ലസ് ബേരിയം ക്ലോറൈഡ്. ഓക്കെ, ആ രണ്ടിൻ്റെ റിയാക്ഷനാണ്. സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും റിയാക്ട് ചെയ്തിട്ട് ബേരിയം സൾഫേറ്റും സോഡിയം ക്ലോറൈഡുമായിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അവിടെ മ്യൂച്വൽ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ ഒന്നും കൂടി നോക്കാം കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ അതിന് നമുക്ക് ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ ഓൺലി എ സിംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടേക്സ് പ്ലേസ്, വെയറാസ് ഇൻ ദ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആസ് ദ നെയിം സജസ്റ്റ് 2 ഡിസ്പ്ലേസ്മെൻറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ എന്താണ്? ഒരു സിംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റാണ് നടക്കുന്നുള്ളൂ. അതായത് ഒരു എലമെൻ്റാണ് ഡിസ്പ്ലേസ് ആവുന്നുള്ളൂ, അതായത് അതിൻ്റെ പ്ലേസിൽ നിന്ന് മാറുന്നുള്ളൂ. ബട്ട് വേറാസ് ഇൻ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ എന്താണ്? നെയിം പോലെ തന്നെ 2 ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട്. 2 അയൺസ് അല്ലെങ്കിൽ 2 എലമെൻറ്റ്സ് അതിൻ്റെ പ്ലേസിൽ നിന്ന് ഡിസ്പ്ലേസ് ആവുന്നുണ്ട്, വേറെ പ്ലേസിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷന് Mg + 2Cl gives MgCl2 + H2. ഓക്കെ, ഇവിടെ എന്താണ് നോക്കൂ, HClൻ്റെ കൂടെയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണല്ലോ HClൻ്റെ കൂടെയുള്ള ക്ലോറിൻ എന്തായി? റിയാക്ഷന് ശേഷം അതിൻ്റെ പ്ലേസ് മാറിയിട്ട് MgClൻ്റെ അടുത്ത് പോയി. അതായത് ഇവിടെ Mg ഒരു റിയാക്റ്റീവ് മെറ്റൽ അല്ലെങ്കിൽ ഒരു റിയാക്റ്റീവ് എലമെൻറ്റ് എന്ത് ചെയ്തു? അതിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് അതിനെ ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, സോ MgCl2 + H2. ഓക്കെ, ഇവിടെ എന്താണ്? ഒരു സിംഗിൾ ഡിസ്പ്ലേസ്മെൻ്റാണ് നടന്നിട്ടുള്ളൂ അല്ലേ? Clൻ്റെ മാത്രമാണ് പൊസിഷൻ ഇവിടുന്ന് മാറിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ എക്സാമ്പിൾ നോക്കൂ. KBr പൊട്ടാഷ്യം ബ്രോമൈഡ് റിയാക്ട് വിത്ത് BaI2 ബേരിയം അയഡൈഡ്. ഓക്കെ, ഗീവ് പൊട്ടാഷ്യം അയഡൈഡ് പ്ലസ് ബേരിയം ബ്രോമൈഡ്. ഓക്കെ, ഇവിടെ എന്താണ്? പൊട്ടാഷ്യത്തിൻ്റെ കൂടെയുള്ള ബ്രോമിൻ എങ്ങോട്ട് പോയി? ബേരിയത്തിൻ്റെ കൂടെയായി റിയാക്ഷന് ശേഷം. അതേപോലെ ബേരിയത്തിൻ്റെ കൂടെയുള്ള അയഡൈഡ് പൊട്ടാഷ്യത്തിൻ്റെ കൂടെ വന്നു. ഇവിടെ ഈ ബ്രോമിനും അയഡിനും എന്തായി? അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആയി അല്ലേ? ഇവിടെ 2 അയൺസും എക്സ്ചേഞ്ച് ആയി. സോ ഇവിടെ 2 അയൺസിൻ്റെ അല്ലെങ്കിൽ 2 മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ 2 എലമെൻസിൻ്റെ പ്ലേസ് ഡിസ്പ്ലേസ് ആയിട്ടുണ്ട്. സോ ഇത് നമ്മൾ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റാണ് നടക്കുന്നുള്ളൂ, മറ്റിൽ 2 ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട്.
14th question. In refining of silver, the recovery of silver from silver nitrate solution involves displacement reaction by copper metal. Write down the reaction involved. അതായത് നമ്മൾ സിൽവർ റിഫൈൻ ചെയ്തെടുക്കുമല്ലോ, അതെവിടെ നിന്നാണ് നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുന്നത്? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ നിന്നാണ്. ഓക്കെ, അതിൽ നടക്കുന്നത് എന്താണ്? റിയാക്ഷൻ നടക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. ആരാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്? കോപ്പർ മെറ്റലാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷനാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്തൊക്കെയാണുള്ളതെന്ന്. ഓക്കെ, ആദ്യം നമ്മൾ കോപ്പർ, ഓക്കെ, കോപ്പറാണല്ലോ ഡിസ്പ്ലേസ് ചെയ്യുന്നത്, അപ്പോൾ കോപ്പർ സോളിഡ് ഫോമിലാണ് കോപ്പർ പ്ലസ് സിൽവർ നൈട്രേറ്റിൻ്റെ എന്താണ് കെമിക്കൽ ഫോമുല AgNO3. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നു? നമുക്ക് സിൽവറാണ് വേണ്ടത്. ഓക്കെ, ഇതിനെന്ത് ചെയ്യുന്നു? ഈ കോപ്പർ സിൽവറിനേക്കാളും റിയാക്റ്റീവ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് Ag ഈ സിൽവറിനെ അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നു, അവിടെ നിന്ന് മാറ്റി അവിടെ ആരും വന്നു, കോപ്പർ വന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ സിൽവർ സെപ്പറേറ്റ് ആയി കിട്ടി. ഓക്കെ, അവിടെ കോപ്പർ നൈട്രേറ്റും ആയി. ഓക്കെ, കോപ്പർ പ്ലസ് സിൽവർ നൈട്രേറ്റ് ഗീവ്സ് കോപ്പർ നൈട്രേറ്റ് പ്ലസ് സിൽവർ. ഓക്കെ ഓക്കെ, അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളൂ, വേറെ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടില്ല. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What do you mean by precipitation reaction? Explain by giving examples. Precipitation reaction എന്താണ്? അതിൻ്റെ എക്സാമ്പിൾ കൊടുക്കാൻ. ഓക്കെ, a reaction in which an insoluble salt called precipitate is formed called a precipitation reaction. ഏത് റിയാക്ഷനിലാണോ ഒരു ഇൻസൊല്യൂബിൾ സോൾട്ട് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് precipitate എന്നാണ്. ഓക്കെ, ഏത് റിയാക്ഷനിലാണോ ഒരു precipitate ഫോം ചെയ്യുന്നത് അതിന് നമ്മൾ precipitation reaction എന്ന് പറയുന്നു. ഓക്കെ, ഇൻസൊല്യൂബിൾ സോൾട്ട് എന്താണ്? ആ സൊല്യൂഷൻ, നമുക്കൊരു സൊല്യൂഷനാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിലൊരു സൊല്യൂബിൾ ആവാത്ത ഫോമിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിന് നമ്മൾ precipitation റിയാക്ഷൻ എന്ന് പറയുന്നു. ആ ഇൻസൊല്യൂബിൾ സോൾട്ടിനെ നമ്മൾ പറയുക precipitate എന്നാണ്. ഓക്കെ, എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. Na2 sodium sulfate react with barium chloride to give barium sulfate plus sodium chloride. ഓക്കെ, ഈ റിയാക്ഷനിൽ എന്താണ് സംഭവിക്കുക? ഇത് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. ഓക്കെ, ഇതിൽ നമുക്ക് കിട്ടുന്ന in this reaction barium sulfate is obtained as a precipitate. Okay, hence it is a precipitation reaction. Okay, ഇതിൽ നമുക്ക് റിയാക്ഷൻ ശേഷം കിട്ടുന്ന ഈ ബേരിയം സൾഫേറ്റ് ഉണ്ടല്ലോ, BaSO4, ഇത് നമുക്ക് ഇൻസൊല്യൂബിൾ അല്ലെങ്കിൽ ഇതൊരു precipitate ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഈ NaCl അക്വസ് ആണല്ലോ, ഈ അക്വസ് സൊല്യൂഷനിൽ സോൾവ് ആവാതെ ഇൻസൊല്യൂബിൾ ആയിട്ടാണ് നമുക്ക് ഈ ബേരിയം സൾഫേറ്റ് കിട്ടുന്നത്. ഓക്കെ, ഒരു precipitate, ഇതിനാണ് precipitate എന്ന് പറയാം. ഓക്കെ, സോ ഇതിന് നമുക്കൊരു precipitation റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, മോസ്റ്റ്ലി ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ്, ഇതൊരു ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണല്ലോ. കണ്ടു, ഇവിടെ മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് അയൺസ് തന്നിട്ടുണ്ട്. ഇവിടെയുള്ള SO4 ബേരിയത്തിൻ്റെ കൂടെ പോയി, ബേരിയത്തിൻ്റെ കൂടെയുള്ള ക്ലോറിന് Na സോഡിയത്തിൻ്റെ കൂടെ പോയി. ഓക്കെ, മോസ്റ്റ്ലി ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ ഇതിങ്ങനെ precipitate ഫോം ചെയ്യലുണ്ട്. ഓക്കെ, അതേപോലെ precipitate ഫോം ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നു, ഇവിടെ ഒരു ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആരോ മാർക്കും ഷോ ചെയ്യലുണ്ട്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ ഫോളോവിങ് ഇൻ ടേംസ് ഓഫ് ഗെയിൻ ഓഫ് ഓക്സിജൻ വിത്ത് 2 examples ഈച്ച്. ഓക്കെ, ഓക്സിഡേഷൻ റിഡക്ഷൻ, നമുക്ക് ഗെയിൻ ഓഫ് ഓക്സിജനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓക്സിഡേഷനും റിഡക്ഷനെയും എക്സ്പ്ലെയിൻ ചെയ്യണം. അതേപോലെ 2 എക്സാമ്പിൾസും വേണം രണ്ടിൻ്റെയും. ഓക്കെ, ഓക്സിഡേഷൻ നമ്മൾ 2 ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, ഓക്സിഡേഷൻ, അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. ഇവിടെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഗെയിൻ ഓഫ് ഓക്സിജൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഓക്സിജൻ്റെ ടേംസിൽ നമുക്കിവിടെ പറഞ്ഞാൽ മതി, ഹൈഡ്രജൻ ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഫസ്റ്റ് ഓക്സിഡേഷൻ എന്താണെന്ന് നോക്കാം. In a chemical reaction, when the oxygen is added to the element to form its respective oxide, it is the element being oxidized. ഓക്കെ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരു ഓക്സിജൻ ആഡ് ആയിട്ടുണ്ട് ടു ദ എലമെൻറ്റ് ടു ഫോം അതിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു റിയാക്ഷനിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിൽ ഒരു ഓക്സിജൻ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താവും? അത് ആ എലമെൻറ്റ് ഓക്സിഡൈസ് ആവും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുക അല്ലേ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സോഡിയം പ്ലസ് ഓക്സിജൻ ഗീവ് സോഡിയം ഓക്സൈഡ്. ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ ഈ എണ്ണേൻ്റെ അടിയിൽ ഇവിടെ Na2O എന്നാട്ട്. ഓക്കെ, ഇതൊന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, Na2O എന്നാണ് വരിക. അപ്പോഴല്ലേ ബാലൻസ് ആവുള്ളൂ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ ഓക്കെ, അഡീഷൻ ഓഫ് ഓക്സിജൻ. അതേപോലെ വേറെ 2 എക്സാമ്പിൾസ് വേണം, 2 examples ഈച്ച്. വേറെ എക്സാമ്പിളാണ് ഹൈഡ്രജൻ സൾഫേറ്റ് പ്ലസ് O2 ഗീവ്സ് ഓക്സിജൻ ഗീവ്സ് H2O പ്ലസ് SO2. ഓക്കെ, ഇവിടെ കണ്ടു സോഡിയം ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തായി? സോഡിയത്തിൻ്റെ ഓക്സൈഡ് അല്ലേ ഫോം ചെയ്തത്. സോ ഇവിടെ എന്തായി? സോഡിയം ഓക്സിഡൈസ് ആയി. ഓക്കെ, അതേപോലെ H2
എസ് ഗീവ്സ് H2O പ്ലസ് SO2. ഇവിടെ നോക്കൂ, ഈ ഓക്സിജൻ ഈ Hൻ്റെ കൂടെയുണ്ട്, ഈ സൾഫറിൻ്റെ കൂടെയും പോയിട്ടുണ്ട്. സോ ഇവിടെ ഹൈഡ്രജനും ഓക്സിഡൈസ് ആയിട്ടുണ്ട്, സൾഫറും ഓക്സിഡൈസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ. ഇനി നമുക്ക് സെക്കൻഡ് റിഡക്ഷൻ എന്താണെന്ന് നോക്കാം. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ when the oxygen is being removed from the compound then it is said to be reduced. ഏതെങ്കിലും കെമിക്കൽ റിയാക്ഷനിൽ ഓക്സിജൻ റിമൂവ് ആവുകയാണ് അതിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന്, അതിന് നമുക്ക് എന്ത് പറയാം? റിഡക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസ് എന്തായി റെഡ്യൂസ് ആയി. ഓക്കെ, ഇവിടെ നോക്കൂ, കോപ്പർ ഓക്സൈഡ് പ്ലസ് H2 ഗീവ്സ് കോപ്പർ പ്ലസ് വാട്ടർ. ഓക്കെ, ഇവിടെ എന്തായി? ഈ കോപ്പറിൽ നിന്ന് എന്തായി? ഓക്സിജൻ റിമൂവ് ആയി. ഓക്കെ, കോപ്പർ ഓക്സൈഡിൽ നിന്ന് ഈ ഓക്സിജൻ റിമൂവ് ആയി. ഓക്കെ, സോ ദ കോപ്പർ ഈസ് റെഡ്യൂസ്ഡ്. Copper oxide is reduced. Okay, next HgO, mercuric oxide gives Hg plus O2. Okay, mercuric oxide നിന്ന് എന്തായി? റിയാക്ഷൻ ശേഷം ഈ കോമ്പൗണ്ടിൽ നിന്ന് ഈ ഓക്സിജൻ റിമൂവ് ആയി, സെപ്പറേറ്റ് ആയി. ഓക്കെ, ഇതൊരു റിഡക്ഷൻ എക്സാമ്പിളാണ്. ഓക്കെ, ഈ ഓക്സിഡേഷൻ റിയാക്ഷൻ റിഡക്ഷൻ റിയാക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ എന്ന പാർട്ട് 4 ഐ തിങ്ക്. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുക താഴെ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിനി കൺസെപ്റ്റ് ക്ലിയർ ആവണമെങ്കിൽ ഒന്നുകൂടി അത് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ ഷൈനി ബ്രൗൺ കളേർഡ് എലമെൻറ്റ് എക്സ് ഓൺ ഹീറ്റിംഗ് ഇൻ ദ എയർ ബിക്കംസ് ബ്ലാക്ക് ഇൻ കളർ. നെയിം ദ എലമെൻറ്റ് എക്സ് ആൻഡ് ബ്ലാക്ക് കളേർഡ് കോമ്പൗണ്ട് ഫോംഡ്. ഓക്കെ, ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ഷൈനീസ് എലമെൻറ്റ്. ഓക്കെ, അതിന് നമ്മൾ അതിന് എക്സ് എടുത്തു, അതിന് നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ അത് ബ്ലാക്ക് കളറിലായി. ഓക്കെ, ആ എലമെൻറ്റ് ഏതാണ്? പിന്നെ ബ്ലാക്ക് കളറിലുണ്ടായ കോമ്പൗണ്ട് ഏതാണ് ഫോം ചെയ്തത്? നിങ്ങളൊന്ന് ഓർത്തുക്കൂ, ഷൈനി ബ്രൗൺ കളേർഡാണ്. ഓക്കെ, ബ്രൗൺ കളറിലെ മെറ്റൽസ് എലമെൻറ്റ് ഏതൊക്കെയാണ്? ബ്രൗൺ കളറിൽ മെയിനായിട്ട് അത് എന്തായിരുന്നു? ബ്ലാക്ക് കളർ. നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് ഈ റിയാക്ഷന്, നമ്മുടെ ഓക്സിഡേഷൻ റിയാക്ഷൻ്റെ ഫസ്റ്റ് ആക്ടിവിറ്റി ഇതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊന്ന് നോക്കാം. ഓക്കെ, റിഡോക്സ് റിയാക്ഷൻ എന്ന ടോപ്പിക്കിൽ വരുന്ന ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ വീഡിയോയിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. റിഡോക്സ് റിയാക്ഷൻ എന്ന പോർഷനിലെ ഫസ്റ്റ് ആക്ടിവിറ്റി ഇതായിരുന്നു. നമ്മൾ കോപ്പറിനെ എടുത്തിട്ട് നമ്മളതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലൊരു ബ്ലാക്ക് ലെയർ ഫോം ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, സോ ദ ഷൈനി ബ്രൗൺ കളേർഡ് എലമെൻറ്റ് ഈസ് ദ കോപ്പർ മെറ്റൽ. ഓക്കെ, ആ ഷൈനി ബ്രൗൺ കളർ എലമെൻറ്റ് ഏതായിരുന്നു? കോപ്പർ മെറ്റലായിരുന്നു. ഓക്കെ, കോപ്പർ ബ്രൗൺ കളറിലല്ല ഉണ്ടാവുക, കറക്റ്റ് ഉണ്ടാവില്ല, എല്ലാവരും കോപ്പർ തിൻ വയേഴ്സ് അല്ലേ. When this metal is heated in air, it reacts with atmospheric oxygen to form copper oxide. ഇതിന് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എയറിൽ എന്ത് ചെയ്യും? ഇത് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? കോപ്പർ ഓക്സൈഡ് ഫോം ചെയ്യും. ഹെൻസ് ദ ബ്ലാക്ക് കളേർഡ് കോമ്പൗണ്ട് ഈസ് കോപ്പർ ഓക്സൈഡ്. ആ ബ്ലാക്ക് കളർ കോമ്പൗണ്ട് എന്താണ്? കോപ്പർ ഓക്സൈഡ് ആണ്. ഓക്കെ, ഇവിടെ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. കോപ്പർ മെറ്റൽ വൺ ബേൺസ് അല്ലെങ്കിൽ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനിൽ റിയാക്ട് ചെയ്യാണ് Cu plus O2 to give copper oxide. ഈ കോപ്പർ ഓക്സൈഡാണ് നമുക്ക് ബ്ലാക്ക് കളറിൽ കിട്ടുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണെങ്കിൽ നിങ്ങൾ ആ പാർട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, റിഡോക്സ് റിയാക്ഷൻ എന്ന പോർഷൻ. ദെൻ വൈ ഡു വി അപ്ലൈ പെയിൻറ്റ് ഓൺ അയൺ ആർട്ടിക്കിൾസ്? ഓക്കെ, നമ്മൾ പെയിൻറ്റ് അയൺ കൊണ്ട് ഫോം ചെയ്യുന്ന അതിൻ്റെ സാധനങ്ങൾ ഒക്കെ പെയിൻറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന്. ഓക്കെ, അയൺ ആർട്ടിക്കിൾസ് എന്താണ് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടുന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ, അതത്ര പക്ഷെ നമുക്കത് ഇപ്പം ഈ പഠിച്ചത് വെച്ച് എങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അത് നോക്കാം. അയൺ ആർട്ടിക്കിൾസ് ആർ പെയിൻറ്റഡ് ടു പ്രിവെൻറ്റ് ദം ഫ്രം റസ്റ്റിംഗ്. ഓക്കെ, റസ്റ്റ് ആവുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയൺ ആർട്ടിക്കിൾസിനെ പെയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, വെൻ ലെഫ്റ്റ് അൺപെയിൻറ്റഡ്, നമ്മൾ പെയിൻറ്റ് ചെയ്യാതെ വെച്ചാൽ ദ മെറ്റൽ സർഫേസ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് അറ്റ്മോസ്ഫെറിക് ഓക്സിജൻ ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ. അതായത് നമ്മളതിനെ പെയിൻറ്റ് ചെയ്തില്ലെങ്കിൽ ആ മെറ്റൽ സർഫേസ് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനും അതേപോലെ മോയ്സ്ചറിൻ്റെയും പ്രസൻസിൽ എന്താവും? അയൺ ഓക്സൈഡായിട്ട് ഫോം ചെയ്യും. ഓക്കെ, ബട്ട് ഇഫ് പെയിൻറ്റഡ്, നമ്മൾ അതിനെ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ സർഫസ് ഡസ് നോട്ട് കം ഇൻ കോണ്ടാക്ട് വിത്ത് മോയ്സ്ചർ ആൻഡ് എയർ. ആ സർഫസ് മോയ്സ്ചറും എയറും ആയിട്ട് കോണ്ടാക്റ്റ് വരില്ല. ഓക്കെ, ദസ് പ്രിവെൻറ്റ് റസ്റ്റിംഗ്. അതേപോലെ അപ്പോൾ അത് റസ്റ്റ് ആവുന്നതിന് പ്രിവെൻറ്റ് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, റസ്റ്റ് ആവാതിരിക്കുക എന്നാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റസ്റ്റ് ചെയ്യാനുള്ള റസ്റ്റിങ് വരാൻ കാരണം എന്താണ്? റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ആൻഡ് മോയ്സ്ചർ. ഓക്കെ, വാട്ടറും മോയ്സ്ചർ പറഞ്ഞാൽ വാട്ടറാണല്ലോ, H2O. അപ്പോൾ അത് ഡയറക്റ്റ് എക്സ്പോസ് ആയിട്ടില്ലെങ്കിൽ നമുക്കവിടെ ഈ അയൺ ഓക്സൈഡും ഫോം ചെയ്യില്ല, അതേപോലെ റസ്റ്റും ആവില്ല. ഓക്കെ, ഇതിനെക്കുറിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്, കൊറോഷൻ റസ്റ്റിംഗ് ഒക്കെ. ഓക്കെ,
Oil and fat containing food items are flushed with nitrogen. Why? Okay. ഓയിലും ഫാറ്റും കണ്ടെയ്ൻ ചെയ്യുന്ന ഫുഡിന് നമ്മൾ നൈട്രജൻ പാക്കറ്റിൽ വെക്കും. അത് നൈട്രജൻ അത് നമ്മളൊരു ലേസിനൊക്കെ പാക്കറ്റ്, റേസ്, കുർക്കുരൊക്കെ കുറേ ഓയിൽ, ഫാറ്റ് അങ്ങനത്തെ പലതും നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യും, ഇത് വെക്കും. അതിന് കാരണം അതിൻ്റെ ആ കവറിൽ. ഓക്കെ. ദ മെയിൻ പർപ്പസ് ഓഫ് ഫ്ലഷിംഗ് നൈട്രജൻ ഇൻ ടു ഫുഡ് പാക്കറ്റ്സ് that contain oil and fat items is to prevent rancidity, which occurs when the oil or fat reacts with oxygen, letting out an unpleasant smell and taste. Therefore, by flushing nitrogen, an unreactive surrounding is created, thus preventing rancidity. നമ്മൾ റാൻസിഡിറ്റി പഠിച്ച ഓർമ്മയുണ്ടോ? കൊറോഷനും റാൻസിഡിറ്റി. ഓക്കെ. അതിലെന്താണ് സംഭവിക്കുക? നമ്മുടെ ഈ ഓയിൽ ഫാറ്റും അധികം കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഫുഡിലൊക്കെ എന്താണ് ഓക്സിജൻ, അതുമായിട്ട് അത് നമ്മൾ വെറുതെ ഇട്ടാൽ അല്ലെങ്കിൽ പുറത്ത് തുറന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ത് ചെയ്യും, അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ചേഞ്ച് ആവും. അതിനെന്താണ് കാരണം? അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനുമായിട്ടുള്ള റിയാക്ട് ചെയ്തിട്ട് അങ്ങനെ ആവുന്നതാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, ആ ടേസ്റ്റ് അല്ലെങ്കിൽ അത് ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് നൈട്രജൻ ഫ്ലഷ് ചെയ്യും. ഓക്കെ. അതായത് കാരണം എന്താണ്? നൈട്രജൻ ഒരു അൺറിയാക്റ്റീവ്, വെരി ലെസ് റിയാക്റ്റീവ് എലമെൻ്റാണ്. സോ ആ റിയാക്ഷൻ അത് സ്റ്റോപ്പ് ചെയ്യും, ദസ് പ്രിവെൻറ്റിങ് റാൻസിഡിറ്റി. ഈ റാൻസിഡിറ്റി എന്തായിരുന്നു? അതുതന്നെ ആ ഫുഡിൻ്റെ ഒക്കെ സ്മെല്ലും ടേസ്റ്റും ചേഞ്ച് ചെയ്യുന്ന ആ പ്രോസസ്സ് ഡ്യൂ ടു ദ റിയാക്ഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ആൻഡ് അതർ എലമെൻറ്റ്സ്. ഒക്കെ അതെന്താ ചെയ്യുക? അതിൻ്റെ ആ ഓയിൽ ഫാറ്റ് ബേസിന് അതിൽ ചേഞ്ച് വരുത്തും. അപ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ടേസ്റ്റും ചേഞ്ചും ഫുഡ് ആർട്ടിക്കിൾസിൻ്റെ ചേഞ്ച് ആവും. സോ ഓക്കെ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ ഫോളോവിങ് ടേംസ് വിത്ത് വൺ എക്സാമ്പിൾ ഈച്ച്. കൊറോഷൻ ആൻഡ് റാൻസിഡിറ്റി. ഇത് രണ്ടിനെയും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം വിത്ത് വൺ എക്സാമ്പിൾ. ഓക്കെ. ആദ്യം കൊറോഷൻ ഈസ് ദ പ്രോസസ് വെയർ എ റിഫൈൻഡ് മെറ്റൽ ഈസ് ഓക്സിഡൈസ്ഡ് ബൈ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ടു ഫോം എ മോർ സ്റ്റേബിൾ കോമ്പൗണ്ട് സച്ച് ആസ് ഓക്സൈഡ്സ്. ഓക്കെ. കൊറോഷൻ എന്തായിരുന്നു? ഒരു മെറ്റൽ ഓക്സിഡൈസ് ആവും. എങ്ങനെ? അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട്. എന്തിനാണ് അത് റിയാക്ട് ചെയ്യുന്നത്? ഒരു മോർ സ്റ്റേബിൾ, നമുക്കറിയാമല്ലോ എല്ലാ എലിമെൻറ്റ്സും ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ? സ്റ്റേബിൾ ആവാൻ വേണ്ടി അത് എന്ത് ചെയ്യും? അതിൻ്റെ ഓക്സൈഡ്സ് ഫോം ചെയ്യും അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട്. ഓക്കെ. ദ മെറ്റൽ ഗ്രാജുവലി ഡിഗ്രേഡ്സ് ഡ്യൂറിങ് ദ കൊറോഷൻ പ്രോസസ്. ആ മെറ്റൽസ് എന്താവും? ഡിഗ്രേഡ് ആവും. ഓക്കെ. കൊറോഷൻ പ്രോസസ്സിൽ റസ്റ്റിംഗ് ഓഫ് അയൺ ഇസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് കൊറോഷൻ വെയർ ദ അയൺ ഇസ് കൺവേർട്ടഡ് ഇൻ ടു അയൺ ഓക്സൈഡ്. ഓക്കെ. റസ്റ്റിംഗ് ഓഫ് അയൺ ഒരു ഗുഡ് എക്സാമ്പിളാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചെയ്തതാണ്. ഓക്കെ. അയൺ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഓക്കെ. കൊറോഷന് ശേഷം ഇതുമായിട്ട് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സിജനും മോയ്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട്. Millions of dollars are spent annually in preventing rusting from bridges and other monuments. ഓക്കെ. എല്ലാ ഇയറിലും ഒരുപാട് ഡോളേഴ്സ് ഇതിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ പ്രിവെൻറ്റ് ചെയ്യാൻ, റസ്റ്റിങ് പ്രിവെൻറ്റ് ചെയ്യാൻ. ഓക്കെ. ഇനി റാൻസിഡിറ്റി എന്താണ്? ദ കണ്ടീഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഏരിയൽ ഓക്സിഡേഷൻ ഓഫ് ഓയിൽ ഫാറ്റ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ് മെറ്റീരിയൽസ് ദാറ്റ് പ്രൊഡ്യൂസസ് ആൻ അൺപ്ലസൻറ്റ് ടേസ്റ്റ് ആൻഡ് സ്മെൽ. ഓക്കെ. ഈ നമ്മുടെ ഫുഡിൻ്റെ സർഫസിലെ ഓക്സിഡേഷൻ ഏരിയൽ അതിൽ എന്താണ് സംഭവിക്കുക? അതിൻ്റെ ഓയിൽ ഫാറ്റ് പ്രസൻസ് അതിൻ്റെ ബേസിനെ എന്ത് ചെയ്യും? ഓക്സിജൻ ചേഞ്ച് വരുത്തും. ഓയിൽ ആൻഡ് ഫാറ്റ് അധികം കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള അതിലെന്താണ് അതിൻ്റെ ആ സ്ട്രക്ചറിനെ അത് ഓക്സിജൻ ചേഞ്ച് വരുത്തും. അപ്പോൾ അതെന്താവും? ആ ഏത് ഫുഡിലാണോ ഓയിലും ഫാറ്റും അധികം കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്, ഓക്കെ, അതിലെന്ത് ഒരു അൺപ്ലസൻറ്റ് ടേസ്റ്റ് ആൻഡ് സ്മെൽ വരും. ഓക്കെ. The rancidity is retarded when food is kept inside the refrigerator. Okay. Since the low temperature does not promote the oxidation reaction. Okay. നമ്മൾ ഈ റാൻസിഡിറ്റി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ റെഫ്രിജറേറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ അത് അധികം കേട് വരില്ല. കാരണം എന്താണ്? ഈ ലോ ടെമ്പറേച്ചർ ഈ ഓക്സിഡേഷൻ റിയാക്ഷനെ പ്രൊമോട്ട് ചെയ്യില്ല. ഓക്കെ. ലോ ടെമ്പറേച്ചറിൽ ഓക്സിഡേഷൻ റിയാക്ഷൻസ് ഫുഡ് നടക്കില്ല. ഓക്കെ. അതേപോലെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനോട് ഡിസ്കസ് ചെയ്ത നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യുന്നതും. ഓക്കെ. എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുഡ് ഇപ്പോൾ നമ്മൾ ഓരോന്ന് എക്സാമ്പിൾ എടുത്ത് പറയൊന്നും വേണ്ട അല്ലേ? നമ്മളിപ്പോൾ പാൽ തന്നെ കുറച്ച് അല്ലെങ്കിൽ വേണ്ട ബട്ടർ തന്നെ കുറച്ച് ദിവസം പുറത്ത് തന്നെ വെച്ചാൽ അതിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ വേഗം ചേഞ്ച് ആവുമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്, ഫിനിഷ് ആയിട്ടുണ്ട്. സോ ഇതിലേതെങ്കിലും പോർഷൻ ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും കൺസെപ്റ്റ്സ് ഇനിയും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ വീഡിയോസ് നോക്കുക ചാപ്റ്ററിൻ്റെ, എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. ഞങ്ങളുടെ ഇമെയിൽ ID ഉണ്ട്, ഇൻസ്റ്റ ID ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ തന്നെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഇനി ഏതെങ്കിലും പോർഷൻസ് വീണ്ടും
ചെയ്യണമെങ്കിൽ അതും പറയാം. ഓക്കെ, ഏതെങ്കിലും ഒരു ടോപ്പിക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.